കണ്ണൂർ ഡെന്റൽ കോളേജിൽ പഠിക്കുന്ന നിതിൻ രാജ് നമ്മുടെ സ്വന്തം വിദ്യാർത്ഥിയാണ്. ആ കുട്ടിയുടെ മരണം യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമാണ്. അങ്ങനെ ഒരു കാര്യം നടക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് സംഭവിച്ചു. എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയേണ്ടതുണ്ട്. അങ്ങനെ സംഭവിച്ചതിന് പിന്നിൽ കുറ്റക്കാരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നിയമത്തിന്റെ മുന്നിൽ വരേണ്ടതുമാണ്. അപ്പോൾ പോലീസിന്റെ വിപുലമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. യൂണിവേഴ്സിറ്റിയുടെ തലത്തിൽ അന്വേഷണം ഈ വിഷയം അറിഞ്ഞ അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചതാണ്. യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് കൌൺസിൽ മെമ്പർ ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ, ഇന്ത്യയിലെ ഏറ്റവും സീനിയർ ആർമി ഓഫീസറായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് കൌൺസിൽ മെമ്പറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാഭ്യാസ കാര്യാലയം ഡീൻ, അതുപോലെ ഡെന്റൽ ഡീൻ, മെഡിസിൻ ഡീൻ, ഇത്രയും പേരുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് തന്നെ ആ ടീം ഇവിടെ വന്നു. അമ്മയുമായും അച്ഛനുമായും എല്ലാവരുമായും സംസാരിച്ചിട്ടുണ്ട്. ആ ടീം ഇന്നും നാളെയും കോളേജ് അവിടെ വിദ്യാർത്ഥികൾ ഉണ്ടാവില്ല, അവധിയായതുകൊണ്ട് വെള്ളിയാഴ്ച അവർ കോളേജിലെത്തുന്നതാണ്. സമഗ്രമായി അന്വേഷിക്കും. ഈ കോളേജിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കും. കൃത്യമായ നടപടി, ശക്തമായ നടപടി ആരോഗ്യ സർവകലാശാല നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അല്ല, ഞാൻ പറയാം, ഇല്ല, യൂണിവേഴ്സിറ്റിക്ക് പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ വന്നല്ലോ, തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ഇങ്ങനൊരു സംഭവം കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല. അതെ, അത് ഞാൻ അറിഞ്ഞു. അല്ല, പറഞ്ഞു ഇല്ല, സർവകലാശാല നടപടി എടുത്തിട്ടില്ല. ഇനി കോളേജിൽ നടപടി എടുക്കുകയും അവർ സർവകലാശാലയെ അറിയിക്കാതിരിക്കുകയും ചെയ്താണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ എന്റെ അറിവിലില്ല. ഇനിയിപ്പോ പഴയ റെക്കോർഡുകൾ വല്ലതും ഉണ്ടോ എന്ന് അറിയണം. എന്റെ അറിവിലില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, മുമ്പിലോ പിന്നീടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതികർശനമായ നടപടി ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.